ലക്ഷ്മി, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുന്നു. ആ ദേശീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അതിന്റെ പ്രചാരണം സംഘടിപ്പിക്കുന്നു. എല്ലാ മുന്നണികളും LDF ആണെങ്കിലും UDF ആണെങ്കിലും NDA ആണെങ്കിലും എല്ലാം തന്നെ ദേശീയ നേതാക്കളെ ഇറക്കി പ്രചാരണം കൊഴുപ്പിക്കുന്നു. എന്നാൽ LDFന്റെയും UDFന്റെയും ദേശീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇവരിൽ പലരും ഉത്തരേന്ത്യയിലടക്കം അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ മറ്റു സ്ഥലങ്ങളിലടക്കം പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പോയതിനു ശേഷമാണ് ഇവിടേക്ക് എത്തുന്നത്. എന്നാൽ അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി അവിടെ ഒരു കൊടിക്ക് കീഴിൽ അല്ലെങ്കിൽ ഒരു പന്തലിന് കീഴിൽ തങ്ങളുടെ കൊടികൾ CPMന്റെയും കോൺഗ്രസിന്റെയും എല്ലാം കൊടികൾക്ക് കീഴിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് NDAക്കെതിരെ പ്രസംഗിച്ച ശേഷമാണ് ഈ നേതാക്കൾ കേരളത്തിലേക്ക് വരുന്നത്. അതിനുശേഷം ഇവിടെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെയാണ് ഈ ബൃന്ദ കാരാട്ടാണെങ്കിലും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ആണെങ്കിലും എല്ലാം തന്നെ അത് വലിയൊരു പ്രശ്നമായി അഭിമുഖീകരിക്കുന്നു. മാത്രമല്ല അതൊരു വലിയൊരു രാഷ്ട്രീയ നാടകമാണ് എന്ന തോന്നൽ സാധാരണ വോട്ടർമാരിൽ ഉളവാക്കുകയും ചെയ്യുന്നു. കാരണം ഏറ്റവും ഒടുവിൽ ബൃന്ദ കാരാട്ട് കൊച്ചിയിൽ പ്രചരണത്തിനെത്തിയത് രാജസ്ഥാനിൽ നിന്നാണ്. രാജസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ ഇന്ത്യ മുന്നണി എന്ന ഒരു സഖ്യത്തിന് കീഴിൽ CPMും കോൺഗ്രസും എല്ലാം ഒരുമിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തെ എതിരിടുന്നു, മത്സരിക്കുന്നു എന്നത് തന്നെയാണ്. അവിടെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കായി വോട്ട് പിടിച്ച ശേഷം രാഹുലിനെ പുകഴ്ത്തിയ ശേഷം മതിവരോളം പുകഴ്ത്തിയ ശേഷമാണ് കേരളത്തിലെ പ്രചരണത്തിന്റെ ഭാഗമായി ബൃന്ദ കാരാട്ട് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയ ശേഷം പ്രധാനമായും അവരുടെ ആരോപണങ്ങളെല്ലാം നീണ്ടത് രാഹുൽ ഗാന്ധിയിലേക്കായിരുന്നു. പ്രധാനമായും അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ചോദ്യം രാഹുൽ ഉയർത്തി. അത് അങ്ങനെ ഉയർത്താൻ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരിൽ കണ്ണിൽ പൊടിയിടുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ തങ്ങൾ LDFനെ എതിർക്കുന്നു എന്നൊരു തോന്നൽ അവിടെ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടെ മാത്രമായിരുന്നു രാഹുൽ അത്ര ഒരു പരാമർശം തന്നെ നടത്തുക പോലും ചെയ്തത്. എന്നാൽ അതിൽ പിടിച്ചുകൊണ്ടായിരുന്നു ബൃന്ദ കാരാട്ട് പിന്നീട് ഇവിടെ നടത്തിയ പ്രസംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളിലടക്കം പറഞ്ഞത് രാഹുലിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു. രാഹുലിന്റെ ഈ പരാമർശം അത് അനുചിതമാണ് എന്നും നരേന്ദ്രമോദി സർക്കാരിനെതിരെ NDA സർക്കാരിനെതിരെ പോരാടുന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ് രാഹുൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നെല്ലാം ചൂണ്ടിക്കാണിക്കാനായിരുന്നു ബൃന്ദ കാരാട്ട് ശ്രമിച്ചത്. മറുഭാഗത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഒരുമിച്ച് നിന്ന് NDAക്കെതിരെ പോരാടുന്നു, കേരളത്തിലേക്ക് പ്രബുദ്ധരായ മലയാളികൾക്ക് മുന്നിലേക്ക് വരുമ്പോഴേക്കും പരസ്പരം പോരാടുന്നു. ഇതാണ് LDF UDF നേതാക്കൾ, കേന്ദ്ര നേതാക്കളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വൈരുദ്ധ്യം.